വിജയ് ത്രിവേദിയുടെ ദി RSS 100 Years of the Indian Right എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗം scroll.in എന്ന ഓൺലൈൻ മാധ്യമമാണ് പ്രസിദ്ധീകരിച്ചത്. 1989 അധികാരത്തിലേറിയ VP സിംഗ് സർക്കാർ ബാബരി മസ്ജിദ് വിഷയത്തിൽ എന്തു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. VP സിംഗ് സർക്കാരിന്റെ കാലത്ത് രാമക്ഷേത്ര പ്രശ്നം ഏതാണ്ട് പരിഹാര ഘട്ടത്തിലെത്തിയിരുന്നു എന്നാണ് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദാചാര്യയെ ഉദ്ധരിച്ചുകൊണ്ട് വിജയ് ത്രിവേദി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കുകയും രണ്ട് സമുദായങ്ങളിലെയും രാഷ്ട്രീയേതര വ്യക്തികൾ വഴി പരിഹാരം കാണാനുമായിരുന്നു VP സിംഗിന്റെ നിർദ്ദേശം. ബാബരി പള്ളി ഇരിക്കുന്നതും സമീപത്തുള്ളതുമായ സ്ഥലം ഹിന്ദു ട്രസ്റ്റിന് കൈമാറണമെന്നായിരുന്നു സിംഗ് കണ്ടെത്തിയ പോംവഴി. പള്ളിക്ക് സമീപം തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും വേർതിരിക്കാൻ ഒരു മതില് പണിയണമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൽ പിന്തുണ നേടാൻ അന്നത്തെ ആന്ധ്രാപ്രദേശ് ഗവർണർ കൃഷ്ണകാന്തിനെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഗോവിന്ദാചാര്യ പറയുന്നത്. മറുവശത്ത് S ഗുരുമൂർത്തിയെ പ്രധാനമന്ത്രി ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥനായി നിയമിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ദൂതനായി പ്രവർത്തിച്ച അദ്ദേഹം അന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെയും P ഉപേന്ദ്രയെയും കണ്ട് രാമക്ഷേത്ര വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിന് അന്ന് മുസ്ലിം വിഭാഗം സമ്മതിച്ചിരുന്നു എന്നാണ് വിജയ് ത്രിവേദി രേഖപ്പെടുത്തുന്നത്. അദ്വാനിയോടുൾപ്പെടെ ഈ കാര്യം VP സിംഗ് സംസാരിച്ചിരുന്നു എന്നും പുസ്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഗുരുമൂർത്തി, അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായ അരുൺ ജെയ്റ്റ്ലി, ജോർജ് ഫെർണാണ്ടസ്, അരുൺ നെഹ്റു, അജിത് സിംഗ്, ദിനേശ് ഗോസ്വാമി എന്നിവർ പങ്കെടുത്ത ഒരു യോഗവും നടന്നു. പക്ഷെ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞു. അതിന് കാരണമായത് VP സിംഗ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു.